തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്കിന് ഇതുവരെ പരിഹാരമായില്ല. ഒരു വർഷത്തിലധികമായി ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ്. 2 ഹോം ഗാർഡുമാർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിക്കുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ഗതാഗതക്കുരുക്കിൽ കിടക്കുന്നത് കാണാം. ട്രാഫിക് നിയന്ത്രണത്തിന് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചാൽ മാത്രമാണ് കുറച്ചെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുക. എന്നാൽ പോലീസ് അതിനുള്ള നടപടികൾ സ്വീകരിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാഞ്ഞാണിയില് ബ്ലോക്കാണ്. പിന്നെ ഇവിടെ മിനിഞ്ഞാന്നൊരു അപകടം ഉണ്ടായി. അത് സിഗ്നൽ ഇല്ലാത്തവരെ വലിയൊരു ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാവുന്നു. ഈ 4 കോടി സെന്ററായ കാരണം. അപ്പൊ അധികാരികൾ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക. കാഞ്ഞാണിയിലെ റോഡിന്റെ വികസനം വളരെ അത്യാവശ്യമാണ്. ഇവിടെ സിഗ്നൽ ലൈറ്റും ഹമ്പും സ്ഥാപിക്കണമെന്ന ആവശ്യവും മുൻപേ ഉള്ളതാണ്. രാത്രികാലങ്ങളിൽ ഗുരുവായൂർ, തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിരവധി തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെ ചെറുവാഹനങ്ങളെ കാഞ്ഞാണി സെന്ററിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇടറോഡുകളിലൂടെ തിരിച്ചുവിട്ട് ട്രാഫിക് ബ്ലോക്ക് കുറക്കണമെന്ന് നിർദ്ദേശവും വന്നിരുന്നു. ചുരുങ്ങിയ പക്ഷേ ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റിങ്ങിലവിടെ വെച്ച് നിയന്ത്രിക്കുകയാണെങ്കിൽ കുറെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ ചെറുവണ്ടികൾക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടി പോലീസ് പലയിടത്തും ഇത് വെച്ചിട്ടുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ സർവീസ് റോഡുകൾ മുഴുവൻ തകർന്നു കൊടുക്കുക. ആ വഴി കൂടെ ചെറുവണ്ടി തിരിഞ്ഞു പോകണ ട്രാഫിക് ജാമിന് ഒഴിവാക്കാൻ വേണ്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി തിരിഞ്ഞു പോയില്ല. തിരിഞ്ഞു പോയവര് പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി ആ വഴി കൂടെ പോവില്ല. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതാണ് ഇവിടെ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഗതാഗതം സുഗമമാക്കുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാഞ്ഞാണി സെന്ററിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ 4 ഭാഗത്തേക്കുള്ള റോഡിൽ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യവുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.